1992 ബാഴ്സലോണ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തു. ആ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വിജയപ്രതീക്ഷയുള്ള ചെറുപ്പക്കാരൻ പാതി വഴിയെത്തിയപ്പോൾ കാലിൽ മസില് കയറി ശക്തമായ വേദനയാൽ അവൻ ആ ട്രാക്കിലേക്ക് ഇരുന്നു പോയി. ബാക്കിയുള്ളവരെല്ലാം ഓടി കുതിച്ച് 400 മീറ്റർ പൂർത്തീകരിച്ച് ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാം വാങ്ങി മാറിപ്പോകുമ്പോൾ ഈ ഓട്ടക്കളത്തിൽ വീണുപോയവൻ, മസില് വേദനയാൽ, കഠിനമായ വേദനയാൽ ഇരുന്നു പോയവൻ, എല്ലാവരും അവന്റെ മേലുള്ള ശ്രദ്ധ വിട്ടു. കാരണം അവൻ തോറ്റുപോയവനാണ്, ആ ട്രാക്കിൽ നിന്ന് പിന്മാറി പോകേണ്ടവനാണ്. ആ വീണുപോയവൻ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ ഒറ്റക്കാലിൽ ചാടി 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 അവന്റെ ആഗ്രഹം, ഞാൻ ഈ ഓട്ടത്തിൽ തുടങ്ങിയെങ്കിൽ എനിക്കിത് പൂർത്തീകരിച്ചേ പറ്റൂ. വേദന സഹിച്ചു പോകുമ്പോ ഒരാൾ അവന്റെ അടുക്കിലേക്ക് ഓടി വന്നു. ആ ഓടി വന്ന ആൾക്കാരെ സെക്യൂരിറ്റിക്കാരെ തടയാൻ ശ്രമിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ അവന്റെ അടുക്കൽ പോയേ പറ്റൂ, കാരണം അവന്റെ പിതാവാണ് ഞാൻ. അവന്റെ പിതാവായിരുന്നു. അവന്റെ അടുക്കലേക്ക് ചെന്ന് ആ പിതാവ് ഒരു കൈയെടുത്ത് തോളിലേക്ക് വെച്ച് അവനോട് ചോദിച്ചു, മോനെ നിനക്ക് കഴിയോ? അവൻ പറഞ്ഞു, എനിക്ക് കഴിയും. എന്താണ് വേണ്ടത്? എനിക്ക് ആ ഫിനിഷിംഗ് ലൈനിൽ ഒന്ന് എത്തണം, എനിക്ക് ആ ഫിനിഷിംഗ് ലൈൻ ഒന്ന് തൊടണം, എങ്ങനെയെങ്കിലും ലാസ്റ്റ് ലൈനിലേക്ക് ഒന്ന് എത്തിച്ചേരണം. അപ്പൻ ചെയ്ത കാര്യം, അവന്റെ കൈത്തോളിലേക്ക് ഇട്ട് രണ്ടു പേരും കൂടി ട്രാക്കിലൂടെ നടന്ന് നടന്ന് നടന്നു പോകുമ്പോൾ ആൾക്കാർ പിന്നെ ശ്രദ്ധിച്ചത് ഫസ്റ്റ് നേടിയവരല്ല, സെക്കൻഡ് നേടിയവരല്ല, തേർഡ് നേടിയവരല്ല. തോറ്റു പോകുമെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന്, കഴിയില്ലെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റില്ലേ ഒരുത്തൻ, അവന് വേണ്ടി ലോകം കൈയടിച്ചു. പറഞ്ഞ ഡെറക് റെഡ്മണ്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്നും 60-ലധികം പ്രായമായിട്ട് അവൻ ലോകത്തിന് ഒരു സാക്ഷ്യമായി സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അവൻ ജീവിക്കുമ്പോൾ, ഇന്ന് ഞാൻ പ്രിയപ്പെട്ടവർ പറയട്ടെ, ഈ ഓട്ടക്കളത്തിൽ വീഴ്ത്താൻ കഴിയുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം, നിങ്ങളെ വീഴ്ത്താൻ കഴിയുന്ന പല പ്രതിസന്ധികൾ ഇന്ന് നിങ്ങൾ നേരിടുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, എഴുന്നേൽക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും, ഒരു പിതാവ് ഇറങ്ങി വരും. അവൻ മുൻപോട്ട് പോകാൻ ആഗ്രഹമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ, മുൻപോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ, മുൻപോട്ട് പോകാൻ എനിക്ക് കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ, ആ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി